ഹായ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ പരീക്ഷയ്ക്ക് ഇനി കൃത്യം ഒരു മാസമാണുള്ളത്. അപ്പോൾ ഈ ഒരു അവസാനത്തെ ഈ ഒരു മാസം അത് ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ റിവിഷൻ ചെയ്യാം, ഏതൊക്കെ ഭാഗങ്ങൾ നിങ്ങൾ നന്നായിട്ട് റിവിഷൻ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് കയറി വരും, അതിന് സഹായകമാകുന്ന രീതിയിലാണ് നമ്മൾ എപ്പോഴും ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കാറുള്ളത്. അപ്പോൾ ആദ്യമേ നിങ്ങളോട് പറയട്ടെ, ഏറ്റവും ആദ്യം വരാൻ പോകുന്ന കമൻറ്റ്, വീഡിയോ പോലും കാണാതെ വീഡിയോ കാണുക ആ ഒരു ചിന്തയില്ലാതെ വരാൻ പോകുന്ന കമൻറ്റ് ഇതാണ്: ഇത് കംപ്ലീറ്റ് സിലബസ് ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കും. നിങ്ങൾ വീഡിയോ കാണുന്ന സ്ഥിരം ബ്ലൂ പ്രിൻ്റ് ഉപയോഗിച്ച് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്ന ആളുകളൊന്ന് പറഞ്ഞു കൊടുക്കുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിലബസിൽ മൊത്തം, അതായത് APയുടെ സിലബസിൽ കറണ്ട് അഫേഴ്സും GK അടക്കം സ്പെഷ്യൽ ടോപ്പിക് അടക്കം 336 ടോപ്പിക്കുകളുണ്ട്. അതായത് മെയിൻ ഹെഡിങ് തന്നെ 336 എണ്ണം ഉണ്ട്. സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ സബ് ഹെഡിങ് എന്ന് ചിന്തിക്കാതെ ആ ഒരു ഒറ്റ സാധനം മാത്രം ചിന്തിക്കുമ്പോൾ 336 ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിൽ 89 ടോപ്പിക്കുകളാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരുന്നത്. ഏകദേശം 4/1 മാത്രമാണ്. സിലബസിൻ്റെ 4/1. സിലബസിൻ്റെ 4/1 ഭാഗങ്ങൾ പഠിച്ചുകൊണ്ട് സിലബസിൻ്റെ പകുതിയിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു 3/4 ഭാഗത്തോളം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് സംഭവം തന്നെയാണ്. അത് നിങ്ങൾക്ക് പരീക്ഷ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പം GKയും കറണ്ട് അഫേഴ്സും സ്പെഷ്യൽ ടോപ്പിക്കും അടക്കം 70 മാർക്കിനാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അവിടെ ഈ 89 ടോപ്പിക്കുകൾ പഠിച്ചാൽ തന്നെ നമുക്കവിടെ അത്യാവശ്യം നല്ല മാർക്ക്, ഒരു 40-45 മുകളിൽ മാർക്ക് നിങ്ങൾക്ക് ഈ ഏരിയയിൽ നിന്ന് മാത്രം സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിച്ച ഒരാൾക്ക് ഈ ഒരു സാധനം ഫൈനൽ റിവിഷൻ നടത്തുമ്പോൾ തന്നെ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഗുണകരം. അത് മിനിമം ആണ്, അതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അത് മിക്ക പരീക്ഷകളിലും പറ്റാറുണ്ട്, ഇത്തവണയും നിങ്ങൾക്കത് നേടാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഹിസ്റ്ററിയിൽ 28 ടോപ്പിക്കുകളുണ്ട്. അതിൽ ഞാൻ നിങ്ങൾക്ക് 12 ടോപ്പിക്കുകളാണ് സെലക്ട് ചെയ്ത് തരുന്നത്. ആ ടോപ്പിക്കുകൾ നന്നായിട്ട് നോക്കുക. 5 മാർക്കിനുള്ള ഏരിയയാണ്. അവിടെ യൂറോപ്യന്മാരുടെ വരവും സംഭാവനയും, പ്രത്യേകിച്ചും പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനം, ഐക്യ കേരള പ്രസ്ഥാനം. ഇതൊന്നും പഠിക്കാത്തവർ അവസാനം വന്നിട്ട് ഈ ഒരു മാസം കൊണ്ട് എന്താക്കാനാണ് ചോദിക്കുന്നത് കാര്യമില്ല. അത്യാവശ്യം പഠിച്ച ആളുകൾക്ക് ഈ ഒരു അവസാന ടൈമിൽ ഈ ഏരിയകൾ റിവിഷൻ ചെയ്താൽ അവർക്കത് മികച്ച റാങ്കിലേക്ക് മുന്നേറാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് മുൻകാലത്ത് എല്ലാവരും വന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ പരീക്ഷയ്ക്കും ഈ രീതിയിലേക്ക് ഇത് ചോദ്യപേപ്പർ അനലൈസ് ചെയ്തിട്ട് ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐക്യ കേരള പ്രസ്ഥാനം നോക്കുക, പിന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, പിന്നെ INC നോക്കുക, സ്വാതന്ത്ര്യ സമരവും ഗാന്ധിജിയും വളരെ ഇമ്പോർട്ടൻ്റ്, സംസ്ഥാന പുനഃസംഘടന, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, UNO മുതലായിട്ടുള്ള സംഘടനകൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ 12 ടോപ്പിക്കുകൾ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടോപ്പിക്കുകൾ അവിടെ നിന്ന് 5 മാർക്ക്. ഇവിടെ എത്ര 28 ടോപ്പിക്കുകൾ ഉണ്ട് കേട്ടോ. 28 ടോപ്പിക്കുകളിടത്തിൽ നിന്നാണ് നമ്മൾ എത്രയിലേക്ക് പോകുന്നത്, ഈ 12 ടോപ്പിക്കുകളിലേക്ക് പോകുന്നത്. ഓക്കെ, ദെൻ ഭൂമിശാസ്ത്രത്തിൽ 42 ടോപ്പിക്കുള്ളതിൽ 14 ടോപ്പിക്കാണ് സെലക്ട് ചെയ്ത് തരുന്ന 5 മാർക്കിനുള്ള ഏരിയയാണ്. അതിൽ ഭൂമിയുടെ ഘടന, അന്തരീക്ഷമർദ്ദവും കാറ്റും, ആഗോളതാപനം, മാപ്പുകൾ, അതിലുള്ള അടയാളങ്ങൾ, കാര്യങ്ങളൊക്കെ, സമുദ്രചലനങ്ങൾ, ഉത്തരപർവ്വത മേഖല, ഭൂപ്രകൃതി വിഭജനം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉത്തരപർവ്വത മേഖല, ഉത്തരമഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, ആ ക്രമത്തിലാണത് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഭൂപ്രകൃതി വിഭജനം നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കുക. അതിൽ എന്തായാലും ഏതെങ്കിലും ഏരിയ എന്ന് ചോദ്യം ഉണ്ടാവും. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഏരിയ എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, നദികൾ, ഇന്ത്യയും അതോടൊപ്പം തന്നെ കേരളവും കൂടി അങ്ങ് പഠിക്കുക. പിന്നെ കാലാവസ്ഥ, തീരദേശം, കാലാവസ്ഥ, കൃഷിയും ഗവേഷണ സ്ഥാപനങ്ങളും, ഗതാഗതം. ഇത്രയും 14 ടോപ്പിക്കുകളാണ് 42 ടോപ്പിക്കുകളിൽ തന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ 9 ടോപ്പിക്കാണ്. എക്കണോമിക്സ്, ഭരണഘടന, ഇതൊക്കെ മാക്സിമം ടോപ്പിക്കുകൾ തന്നെ കവർ ചെയ്യുക. കാരണം അവിടെ മാർക്ക് കൂടുതലുണ്ട്. എക്കണോമിക്സ് 5 മാർക്കും 9 ടോപ്പിക്കേ ഉള്ളൂ. അതേപോലെ തന്നെ ഭരണഘടന 8 മാർക്കിനുണ്ട്. അത്രയേ ടോപ്പിക്കുകളുള്ളൂ. അപ്പം 11 ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ നിന്ന് മാക്സിമം പഠിക്കുക, മറ്റുള്ളിടത്തു നിന്ന് കുറച്ച് പഠിക്കുക. ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ കൂടുതൽ ഏരിയകളുള്ളതാണ്. അപ്പോൾ ഇവിടെ പഞ്ചവത്സര പദ്ധതികൾ, നീതി ആയോഗ്, എന്തായാലും ചോദ്യം ഉറപ്പാണ് ഇതൊക്കെ. നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഹരിത വിപ്ലവം. 5 മാർക്കാണ്. 9 ടോപ്പിക്കും ഇവിടെ പഠിച്ചാലും നിങ്ങൾക്ക് നഷ്ടമില്ല. 5 ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്ത് തന്നു. ഇവിടുന്ന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സാധനം തന്നേ ഉള്ളൂ. ഇവിടെയൊക്കെ 9 ടോപ്പിക്കും പഠിക്കുക. അത് തന്നെയാണ് ഏറ്റവും നല്ലത്. എക്കണോമിക്സിലും അതേപോലെ ഭരണഘടനയിലും 11 ടോപ്പിക്ക്, അതിൽ 9 ടോപ്പിക്കാണ് തന്നിട്ടുണ്ട്. 11 പഠിച്ചാൽ അത്രയും നല്ലത്. കാരണം 8 മാർക്കിനുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പഠിച്ചിട്ട് മാർക്ക് സ്കോർ ചെയ്യുക. അതും ആ ഒരു പ്രത്യേകതയാണ്. എന്താണ്, മറ്റുള്ള ഏരിയയിൽ നിന്ന് അത്രയും വിശാലമായി കിടക്കുന്ന ഏരിയ എന്ന് കുത്തിമറിഞ്ഞ് മാർക്ക് കിട്ടുമോ കിട്ടില്ലോ എന്ന് സംശയിക്കുന്നതിന് പകരം ഇവിടെ 11 ഏരിയ പഠിച്ച 8 മാർക്ക് ഉറപ്പാണ്. അതാണ് ഗുണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സെലക്ഷൻ പഠനം നടത്തുക എന്നുള്ളതാണ്.
ദെൻ ഭരണഘടനാ നിർമ്മാണ സമിതി, ആമുഖം, പൗരത്വം, മൗലികാവകാശങ്ങളും റിട്ടുകളും, നിർദ്ദേശക തത്വങ്ങൾ, മൗലിക ചുമതലകൾ, ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ, ഭേദഗതികൾ, ലിസ്റ്റുകൾ. ആ 11 9 ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് 9 സെലക്ട് ചെയ്തെന്നുള്ളൂ. 11 പഠിച്ചാൽ അത്രയും നല്ലത്. ആ രീതിയിലാണ് എക്കണോമിക്സിനെയും ഭരണഘടനയെയും കാണേണ്ടത്. ദെൻ കേരള ഭരണ സംവിധാനം 14 ഏരിയകളിൽ നിന്ന് 4 ഏരിയകൾ മാത്രമാണ് ഞാൻ സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. 3 മാർക്കിൻ്റെ ചോദ്യമാണ് അവിടെ നിന്ന് ഉണ്ടാവുക. അതിൽ സംസ്ഥാന സിവിൽ സർവീസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വിവിധ കമ്മീഷനുകൾ, ദുരന്ത നിവാരണ അതോറിറ്റി, തണ്ണീർത്തട സംരക്ഷണം. ഇത്രയും ടോപ്പിക്കുകളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ചിട്ടുള്ളത് അടുത്ത കാലത്ത് നടന്ന പരീക്ഷകളിൽ. പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും എന്നുള്ള ഏരിയയാണ്. അതിൽ 4 മാർക്കാണുള്ളത്. ആ 4 മാർക്കിൻ്റെ ഒരു ഏരിയയിൽ 5 ടോപ്പിക്കുകൾ, 7 ടോപ്പിക്കുകളിൽ ഇതും എക്കണോമിക്സും ഭരണഘടനയും പോലെ തന്നെ എല്ലാ ടോപ്പിക്കും പഠിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒഴിവാക്കിയ ടോപ്പിക്കിൽ ഒന്ന് എന്താണ്, മനുഷ്യ ശരീരമാണ്. അവിടെ ചോദ്യം എന്തായാലും 1 മാർക്കിനുള്ള 4 എണ്ണത്തിൽ 1 മാർക്കിനുള്ള ചോദ്യം മിക്കവാറും അത് തന്നെയായിരിക്കും. പക്ഷേ ഇത്രയും ബാക്കി 6 ടോപ്പിക്ക് പഠിക്കുന്നതിനേക്കാളും കൂടുതലുണ്ട് ഈ ഒരൊറ്റ ടോപ്പിക് എന്നുള്ളതാണ്. അതുകൊണ്ട് അവിടെ തന്ത്രപൂർവമായിട്ടുള്ള കാര്യം ബാക്കിയുള്ളത് പഠിച്ചിട്ട് അത് ഒഴിവാക്കുക എന്നുള്ളതായിരിക്കും. ഓക്കെ, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും, രോഗങ്ങളും രോഗകാരികളും, ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ. ഈ 4 ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പിന്നെ 5 പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഞാൻ പറഞ്ഞു 7 ടോപ്പിക്കേ ഉള്ളൂ ആകെ. അപ്പോൾ അത് 7 പഠിക്കുന്നത് തന്നെയായിരിക്കും ബെറ്റർ. പക്ഷേ അതിൽ ഹ്യൂമൻ ബോഡി വലിയ ടോപ്പിക്കാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിശാലമായി കിടക്കുന്ന ഏരിയയിൽ നിന്ന് ദഹന വ്യവസ്ഥയും വിസർജന വ്യവസ്ഥയും നാഡീവ്യവസ്ഥയും രക്തവും ഇതെങ്കിലും ഒന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതങ്ങോട്ട് മൊത്തം അവിടെ നിന്ന് എത്ര മാർക്ക് വന്നാലും വേണ്ടിയില്ല, പോട്ടെ, 1 2 വന്നാലും പോട്ടെ, ബാക്കി 2 എനിക്ക് കിട്ടിയല്ലോ 6 പഠിച്ചാൽ. പക്ഷേ ഈ ഒരൊറ്റ ടോപ്പിക്ക് പഠിക്കാൻ ഈ 6 പഠിക്കുന്നതിനേക്കാളും മെനക്കേടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ പഠിച്ച ആളുകളാണെങ്കിൽ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഈ ഏരിയകളൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കുക പ്രത്യേകിച്ചും. ഓക്കെ, ഫിസിക്സ് 60 ടോപ്പിക്കുകളുണ്ട്. 8 മൊഡ്യൂളുകളിലായിട്ട് 60 ടോപ്പിക്കുകളാക്കി നമുക്ക് മാറ്റുകയാണെങ്കിൽ ആ 13 ടോപ്പിക്കുകൾ അതിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൂടുതലും പരീക്ഷകൾ വരുന്നത്. ഒന്ന് അളവുകളും യൂണിറ്റുകളും എന്നുള്ള ആ ഒരു ഏരിയ. പിന്നെ ചലന നിയമം, അവിടെ പ്രത്യേകിച്ചും ആക്കം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചലന സമവാക്യങ്ങൾ വളരെ അപൂർവമായിട്ട് ചോദിക്കാറുള്ളൂ, പ്രോബ്ലംസൊക്കെ അങ്ങനെ വളരെ അപൂർവമായിട്ടേ വരാറുള്ളൂ. പക്ഷേ ആക്കം P=m×v ആ സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ പ്രകാശം എന്നുള്ള ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു മൊഡ്യൂൾ തന്നെയാണത്. ആ മൊഡ്യൂളിൽ ലെൻസുകൾ, ദർപ്പണങ്ങൾ, R=2F ഉപയോഗിച്ചുള്ള സിമ്പിൾ പോയിന്റ് അല്ലേ, അത് രണ്ടും ഇതെന്താണ്, എഫിൻ്റെ 2 മടങ്ങാണ് R, അത് അറിഞ്ഞാൽ മതി. അതായത് 6ൻ്റെ പകുതിയാണ് F, അത്രയേ ഉള്ളൂ സാധനം. അത് അറിഞ്ഞാൽ തന്നെ ചിലപ്പോൾ ഒരു മാർക്ക് അവിടെ നിന്നുള്ള കിട്ടും. മിക്ക പരീക്ഷകളിലും വരാറുണ്ട്. അപ്പോൾ വിവിധ പ്രതിഭാസങ്ങൾ, വൈദ്യുതകാന്തിക സ്പെക്ട്രം, അങ്ങനെ ആ ഒരു മൊഡ്യൂള്. പിന്നെ ഗുരുത്വാകർഷണം, അതിൽ പ്രത്യേകിച്ചും ജിയുടെ മൂല്യം ഓരോ ഇടങ്ങളിലും വ്യത്യാസപ്പെടുന്ന കാര്യം. പിന്നെ പ്രവൃത്തി, ഊർജം, പവർ. പിന്നെ ആർക്കിമിഡീസ് തത്വം, പാസ്കൽ നിയമം, അങ്ങനെ ആ ദ്രവബലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ഏരിയ, ആ ഒരു സാധനങ്ങൾ നോക്കുക. പിന്നെ കെമിസ്ട്രിയിൽ 21 ടോപ്പിക്കുകളുണ്ട്, 3 മൊഡ്യൂളുകൾ, അത് 21 ടോപ്പിക്കുകളുണ്ട്. അതിൽ 5 ടോപ്പിക്ക് ഞാൻ സെലക്ട് ചെയ്തത് 3 മാർക്കിനുള്ള ഏരിയ. അതിൽ മാറ്റത്തിൻ്റെ ഘടന, ആ ഒരു സാധനം. പിന്നെ വാതക നിയമങ്ങൾ, ആവർത്തന പട്ടിക, ലോഹങ്ങളും അലോഹങ്ങളും, ആസിഡും ആൽക്കലിയും, pH മൂല്യവും. ഓക്കെ, അപ്പോൾ ഒരു ഫൈനൽ റിവിഷൻ നടത്തുമ്പോൾ, ഈ ഒരു മാസം റിവിഷൻ നടത്തുമ്പോൾ ഞാൻ എവിടെ നിന്ന് എങ്ങനെ നോക്കണം എന്നറിയാതെ പോലുന്നവർ ഈ ഏരിയകളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഓക്കെ, ദെൻ കല, കായികം, സാഹിത്യം, സംസ്കാരം എന്നുള്ള ഏരിയയാണ്. 30 ടോപ്പിക്കുകൾ ഉണ്ട് അവിടെ. അതിൽ 9 ഏരിയകൾ മാത്രമേ ഞാൻ തന്നിട്ടുള്ളൂ. ഇത്രയും വിശാലമായി കിടക്കുന്ന സിലബസാണ്. 4 മാർക്കേ ഉള്ളൂ. അതിൽ പ്രശസ്ത കലാകാരന്മാർ, ട്രോഫികളും ഇനങ്ങളും, ഏത് കളിയായിട്ട് ബന്ധപ്പെട്ട ട്രോഫിയാണെന്നുള്ളത്, പിന്നെ ഓരോ കളികളിലെയും പ്രധാന പദങ്ങൾ, പിന്നെ ഒളിമ്പിക്സ്, പ്രത്യേകിച്ചും ഇന്ത്യയുടെ നേട്ടങ്ങൾ, പിന്നെ സാഹിത്യ പ്രസ്ഥാനങ്ങളും ആദ്യ കൃതികളും, പിന്നെ എഴുത്തുകാർ, അപരനാമങ്ങളും തൂലികാനാമങ്ങളും. ഇതൊക്കെ ചെറിയ ചെറിയ ടോപ്പിക്കുകളാണ് അവിടെ പഠിക്കാൻ പറ്റുന്നത്. അവിടെ വിശാലമായി കിടക്കുന്ന ഏരിയയാണ്. അതായത് സാഹിത്യ പ്രസ്ഥാനങ്ങളിലെ പ്രധാന കൃതികളും കർത്താക്കളും, അതാണ് കൂടുതലും പരീക്ഷയിൽ വരിക. പക്ഷെ അത് നിങ്ങൾ പഠിച്ചു തീർക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുമോ? എത്ര സാഹിത്യകാരന്മാർ, എത്ര കൃതികൾ, എവിടെ തീരാനാ? ഇത് ആദ്യ കൃതികൾ എന്ന് പറയുമ്പോൾ അതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതൊന്ന് പഠിക്കുക എന്തായാലും. ഓക്കെ, ദെൻ വരികൾ, അതേത് കൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നു, അതിൻ്റെ കർത്താവ് ആര് എന്നുള്ള രീതിയിൽ, എഴുത്തുകാരാര് എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ. പിന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ, കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രങ്ങളും ആരാധനാലയങ്ങളും, ആ ഒരു കാര്യവും. ഇത്രയും കല, കായികം, സാഹിത്യം എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് ഇത്രയും മാത്രം, സംസ്കാരം എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് വളരെ കുറച്ച് ടോപ്പിക്ക് ഞാൻ തന്നിട്ടുള്ളൂ. ഓക്കെ, ദെൻ കറണ്ട് അഫേഴ്സിൻ്റെ കാര്യം. കറണ്ട് അഫേഴ്സ് 100-ൽ പരം ടോപ്പിക്കുകൾ, ചെറുതും വലുതുമായിട്ടുള്ള 100-ൽ പരം ടോപ്പിക്കുകൾ കറണ്ട് അഫേഴ്സിലുണ്ട്. അതിൽ എന്തായാലും ഉറപ്പായിട്ടും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു 11 ടോപ്പിക്കുകൾ, അത്രയും ടോപ്പിക്കുകളൊന്ന് നോക്കി വെക്കുക. എന്തായാലും ഈ ഒരു അടുത്ത കാലത്ത്, ഇപ്പോൾ 2026 ആയല്ലോ, 24, 25, 26 കാലഘട്ടങ്ങളിലായിട്ട് വാർഷികം ആഘോഷിച്ചിട്ടുള്ള, അതേപോലെ അടുത്ത വർഷം 27-ലും ആഘോഷിക്കുന്ന ചരിത്ര സംഭവങ്ങൾ,
അതിന് 100-ാം വാർഷികം 50-ാം വാർഷികം അങ്ങനെയുള്ള കാര്യങ്ങൾ ഹിസ്റ്ററി എന്നുള്ള കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കും. ഓക്കെ. ദെൻ ചുഴലിക്കാറ്റുകൾ, ISROയുടെ പ്രധാന നേട്ടങ്ങൾ, അടുത്ത കാലത്തുള്ള നേട്ടങ്ങൾ, ISRO അല്ലെങ്കിൽ പ്രതിരോധ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ദെൻ കേന്ദ്ര സർക്കാർ പദ്ധതികളും സംസ്ഥാന സർക്കാർ പദ്ധതികളും, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, കറണ്ട് അഫേഴ്സ് എന്നുള്ള രീതിയിൽ ചോദിക്കും. അതേപോലെ തന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം എന്നുള്ള ഏരിയയിൽ ആരോഗ്യക്ഷേമ പദ്ധതികളുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ. ദെൻ കമ്മീഷനുകളും അധ്യക്ഷന്മാരും, പ്രധാന കമ്മീഷനുകൾ, മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ഇങ്ങനെയുള്ള കമ്മീഷനുകളും അധ്യക്ഷന്മാരും. പിന്നെ നൊബേൽ സമ്മാനം 2026 ഇപ്പോൾ 26 നടക്കുന്ന പരീക്ഷകളാകുമ്പോൾ 25-ലതും 24-ലതും നോക്കുക. ആ നൊബേൽ സമ്മാനം ഓരോ വിഷയങ്ങളിലും കിട്ടിയത് നോക്കി വെക്കുക. ദെൻ പദവികളും നിയമനങ്ങളും, സുപ്രധാന പദവികൾ, അത് ആരാണ് ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ. പിന്നെ ദിനാചരണങ്ങൾ, അതിൻ്റെ പ്രമേയം, ഓരോ ദിനാചരണങ്ങൾ ഇപ്പോൾ നടക്കുന്ന അതിൻ്റെ പ്രമേയം, അത് ഏത് തീയതി എന്നുള്ളത്, അത് ഒരു കറണ്ട് അഫേഴ്സാണ്. അത് ഏതും ചോദിക്കുക. അതിൻ്റെ കറണ്ട് അഫേഴ്സിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള ദിനാചരണങ്ങളിൽ ഏതും ചോദിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ പ്രമേയമായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ ആ ദിനമായിരിക്കും. അത് കറണ്ട് അഫേഴ്സ് ചോദ്യത്തിലാണ് പെടുക. ദെൻ കൂട്ടായ്മകളും, അത്തരം കൂട്ടായ്മകളുടെ ആസ്ഥാനം എവിടെയാണ്, അവസാനത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ആസൂത്രണവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ സൂചികകൾ, നീതി ആയോഗിൻ്റെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത്തരം സൂചികകൾ, അതിൽ കേരളത്തിൻ്റെ സ്ഥാനമൊക്കെയാണ് കൂടുതലും പരീക്ഷയിൽ വരിക. ദെൻ അവാർഡുകൾ, കല, കായികം, സാഹിത്യം, സംസ്കാരം, ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട അവാർഡുകൾ, അവിടെ കറണ്ട് അഫേഴ്സ് നല്ല പ്രാധാന്യമുണ്ട്. അവിടെ ഉറപ്പായിട്ടും ചോദ്യങ്ങൾ, കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ പരീക്ഷകൾ, എല്ലാ പരീക്ഷകളും പൊതുവെ വരുന്നത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വൈസ് എന്നുള്ള രീതിയിലായതുകൊണ്ട് തന്നെ എല്ലാ PSC പരീക്ഷകളിലും കലാ, കായികം, സാഹിത്യം, സംസ്കാരം ആ ഒരു ടോപ്പിക്കായിട്ട് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ്. ദെൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ 4 മൊഡ്യൂളുകളാണ് ഉള്ളത് നിങ്ങൾക്ക്, അല്ലേ? ജയിലുകളുടെ ഘടന എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മൊഡ്യൂള്. പിന്നെ ആ 4 മൊഡ്യൂളേ ഉള്ളൂ. നിങ്ങൾ 4 പഠിച്ച ആളുകളാണെങ്കിൽ 4 നന്നായിട്ട് റിവിഷൻ ചെയ്യാം. ഇനി നിങ്ങൾ മുൻ അറിവുകളൊക്കെയുള്ള 2 ടോപ്പിക്ക് അതിലുണ്ടാവുക. ഒന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം, ഒന്ന് വിവരാവകാശ നിയമം. ഇത് മുമ്പും അത്യാവശ്യം പരീക്ഷകൾക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഏരിയ ആണ്, നിങ്ങൾ ശ്രമിച്ചാൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതല്ലാതെ മറ്റത് പുതിയൊരു ഏരിയ, അവിടെ നിങ്ങൾ ജസ്റ്റ് ഒരു അറിവ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. വീണ്ടും വീണ്ടും അതിലേക്ക് കടന്ന് റിവിഷൻ ചെയ്താലൊക്കെ അല്ലേ നമുക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ജോലിയുടെ സ്വഭാവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഭാവിയിൽ വേണ്ടതാണ്. ആ നിലയ്ക്ക് പഠിച്ചാൽ ഏറ്റവും ഗുണകരമാണ്. പക്ഷേ നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുമ്പോൾ അത് മറന്നു പോകാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അതേസമയം ഇതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളിലേക്ക് കയറിയ സാധനങ്ങളാണ്. അതുകൊണ്ട് അതൊന്ന് കൂടുതൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ. അവിടെയുള്ള 20 മാർക്ക് ഉണ്ട്. അതിൽ 10 മാർക്ക് ഈ 2 ഏരിയകളിൽ നിന്നായിട്ട് തന്നെ വരും. അങ്ങനെ തന്നെയാണ് മൊഡ്യൂൾ വൈസ് ഏകദേശം ക്രമത്തിൽ തന്നെയാണ് മിക്കവാറും പരീക്ഷകളിൽ അതിൽ നിന്നുള്ള മാർക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ GK ആൻഡ് കറണ്ട് അഫേഴ്സ് എന്നുള്ള ഒരു ഏരിയയിൽ 70 മാർക്കിനുള്ള പോർഷൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ബാക്കി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം 10 മാർക്ക് വീതം. ഓക്കെ. അത് നിങ്ങൾ നന്നായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടാവും. ഒരു 5-10 വർഷത്തെ പ്രീവിയസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോഴും PSCയിൽ മാറാത്തൊരു ഏരിയ അതാണ്. അതായത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. അവിടെ ചോദ്യങ്ങൾ ആവർത്തനം ഇപ്പോഴുണ്ട്, പ്രത്യേകിച്ചും മലയാളത്തിലും ഇംഗ്ലീഷിലും. അവിടെ നിങ്ങൾ പ്രീവിയസ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിട്ടുണ്ടാവും, നോക്കിയിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള പരീക്ഷകളൊക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും, സിലബസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഈ ഒരു റിവിഷൻ നടത്തുന്ന സമയത്ത് ഈ ഒരു ഏരിയകളൊക്കെ പ്രത്യേകം പ്രാധാന്യം കൊടുത്ത്, നിങ്ങൾ മൊത്തത്തിൽ റിവിഷൻ നടത്തുകയാണെങ്കിൽ ഒരു മാസമെങ്കിൽ നടത്തിക്കോ. ആ കൂട്ടത്തിൽ ഈ ഏരിയകളൊന്ന് പ്രാധാന്യം കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ കുറഞ്ഞ ഏരിയകൾ പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്ക് എന്നുള്ള ഒരു സാധനം. കാരണം നമ്മൾ സിലബസിൻ്റെ 4/1 ഭാഗം പഠിച്ചാൽ നമുക്ക് 4/1 മാർക്കല്ലേ കിട്ടാവുള്ളൂ. അതായത് 70 മാർക്കിൻ്റെ ഏരിയയിൽ 4/1 പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ട മാർക്ക് എത്രയാണ്? 70ൻ്റെ പകുതി 35, അതിൻ്റെ പകുതി 17.5. അപ്പം 17 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് സാധാരണഗതിയിൽ ആ ഒരു സെലക്ഷൻ നടത്തുമ്പോൾ. പക്ഷേ ഇത് ട്രെൻഡ് അനുസരിച്ചുള്ള സെലക്ഷൻ ആയതുകൊണ്ട് ഈ 17ക്ക് പകരം നിങ്ങൾ അങ്ങോട്ട് പോകും, ഈ 70 അങ്ങോട്ട് പറക്കും, മേലേക്ക് ഒരു 40 മുകളിലേക്ക് അങ്ങോട്ട് പറക്കും. അതാണ് പ്രത്യേകത. അതുകൊണ്ട് നന്നായിട്ട് ഈ ഏരിയകളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യാം. പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, ബൈ.